പക്ഷേ എന്നാലും 3 സ്ഥലങ്ങളിലായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. അതിൽ 2 എണ്ണം ഈ കാസർഗോഡുള്ള കാര്യം മാത്രം പറയുകയാണ്, പുറമേ ഉള്ള കാര്യം പിന്നീട് പറയാം. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം വാടക കെട്ടിടത്തിലാണ്. ഒന്ന് പഠനക്കാടും മറ്റത് വിദ്യാനഗറിൽ നയന്മാർമലയിൽ. ഇപ്പോൾ പെരിയ ക്യാമ്പസിൽ ഇപ്പോൾ 5 വകുപ്പുകളെ വന്നിട്ടുള്ളൂ. ആകെയുള്ള 18-ൽ 5 വകുപ്പുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചുമതലയേൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അടിസ്ഥാന വികസനം ത്വരിതപ്പെടുത്തുക, അത് നല്ല രീതിയിൽ വേഗതയിൽ ത്വരിതപ്പെടുത്തുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 എണ്ണമുണ്ട്. ഒന്ന് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അത് കെട്ടിടങ്ങൾ തന്നെ, ലാബ് തന്നെ, ഫെസിലിറ്റീസ് തന്നെ, ലൈബ്രറി തന്നെ. അതിനൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ വൈസ് ചാൻസലറുടെ റെസിഡൻസ് ഉൾപ്പെടെ 9 ബ്ലോക്കുകൾ കെട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനകത്ത് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, സയൻസ് ബ്ലോക്ക്, ഹോസ്റ്റൽസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ജനറൽ ലൈബ്രറി, ഇങ്ങനെ തുടങ്ങി ഇതെല്ലാം ക്വാർട്ടേഴ്സ്, ഇതെല്ലാം പൂർണ്ണമാക്കണം. ഒന്നുമായിട്ടില്ല. ഐ വുഡ് സേ വി ഹാവ് ടു ബിഗിൻ ഫ്രം ദ സ്ക്രാച്ച്. വളരെ പരിമിതമായ സാഹചര്യങ്ങളെ ഇവിടെ ഉള്ളൂ. കഷ്ടിച്ച് 9 മാസമായിട്ടുള്ള പെരിയ ക്യാമ്പസിനെ ഇനോഗ്രേറ്റ് ചെയ്തു. നവംബറിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അന്ന് 3 ഡിപ്പാർട്ട്മെൻറ്റ് പോയി, പിന്നീടാണ് അഡ്മിനിസ്ട്രേഷനും പോയി. ബാക്കി 2 ഡിപ്പാർട്ട്മെൻറ്റ് അത് കഴിഞ്ഞാണ് പോയത്. ഇവിടെ തന്നെയാണ് ആസ്ഥാനവും ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ബയോകെമിസ്ട്രി